അപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം? അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ പഠിക്കുമ്പം എപ്പോഴും നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റേജാണ്. നീറ്റ് 2025 ആണ് നമ്മുടെ ഗോളെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ബേസിക്സ് ക്ലിയർ ചെയ്യുന്നതിലാണ് ഇപ്പം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതിനുപരി നമ്മൾ ആദ്യം ബേസിക്സ് ക്ലിയർ ചെയ്യുക, പ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ എൻറ്റയർ സ്റ്റഡി ടൈമിൽ നിങ്ങളൊരു 60% ഓഫ് ദ ടൈം, 50 to 60% ഓഫ് ദ ടൈം നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങളുടെ ബേസിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാൻ. മാത്സ് ബേസിക്സ് അറിയാത്തവർ, ഫിസിക്സ് ബേസിക് അറിയാത്തവർ, കെമിസ്ട്രി ബേസിക്സ് അതൊക്കെ ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിനുശേഷം ഒരു നെക്സ്റ്റ് 20% നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനാണ്. പിന്നെ ഒരു 20% റിവിഷൻസിന് വേണ്ടിയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ വിട്ടിട്ട് പോവാതെ അത് റിവൈസ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസത്തെ ഷെഡ്യൂൾ പോകേണ്ടത്. മനസ്സിലായില്ലേ? 60% ബേസിക്സ് ക്ലിയർ ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ, 20% PYQs ചെയ്യാൻ, പിന്നുള്ളൊരു 20% നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നവരായിരിക്കും, ഓഫ്ലൈൻ ക്ലാസ്സസിന് പോകുന്നവരുണ്ടാകും, ഫുൾ ടൈം റിപ്പീറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്, ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ആവറേജ് സ്റ്റഡി ടൈം ഞാൻ നോക്കുമ്പോൾ ഒരു 9 AM ടു ഒരു 7 PM വരെ നിങ്ങൾ ബിസി ആയിരിക്കും അല്ലേ? ചിലർക്ക് 9:30 ആയിരിക്കും, ചിലർക്ക് 10 ക്ലാസ് തുടങ്ങുന്നത്. എന്താണെങ്കിലും ഞാനൊരു ജനറൽ ടൈം എടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ ടൈം ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ക്ലാസ് ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ബേസിക്കലി നമ്മളുടെ ഇവിടെയുള്ള ധീര മക്കൾക്ക് ഒരു 9:30 ചില ദിവസം 9 ചില ദിവസം 9:30 ക്ലാസ് തുടങ്ങിയാൽ ഈവനിങ് 6:30 അല്ലെങ്കിൽ 7 വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ഫുൾ ടൈം നിങ്ങൾ ക്ലാസ്സസുമായിട്ട് ബിസിയാണ്. നിങ്ങൾക്ക് മിക്ക സബ്ജക്ട്സിൻ്റെയും ക്ലാസ് ഉണ്ടാകും. അപ്പോൾ 2 hours ക്ലാസ് ആണ്, അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് ബ്രേക്ക്, പിന്നെ ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ചിലപ്പോൾ റിവിഷൻ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അല്ലെങ്കിൽ കാരണം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ പോകും, ലഞ്ച് കഴിക്കാൻ പോകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പഠിച്ചു പോയത് അപ്പം തന്നെ റിവൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു ലൈവ് ക്ലാസ്സിൽ കണ്ട കാര്യം ആ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു നെക്സ്റ്റ് 15 minutesന്റെ ഉള്ളിൽ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് എൻഡ് ഓഫ് ദ ഡേ നോക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാം. അന്നത്തെ ദിവസത്തിൻ്റെ ഈവനിങ്ങിൽ നിങ്ങളത് നോക്കണമെന്നില്ല. ആ ക്ലാസ് കഴിഞ്ഞ ആ സമയത്ത് നിങ്ങളതൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ, അതായത് സ്ലൈഡ്സിൽ കൂടി ജസ്റ്റ് ഒന്ന് പോവുക, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പം DPPയിൽ കൂടി ആ ടോപ്പിക് ഒന്ന് നോക്കുക. നിങ്ങൾ പലരും ഇത് ചെയ്യുന്നതായിരിക്കും, ചെയ്യുന്നതാണെങ്കിൽ നല്ലത്. അതായത് ഒരു ലൈവ് ക്ലാസ് കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക, ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് നോക്കുക. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് സ്ലൈഡ്സ് മാത്രം നോക്കിയാലും മതി. അപ്പോൾ തന്നെ അതൊരു ക്വിക്ക് റിവിഷൻ ആയില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിന് പോകുന്നു. സോ ഒരു 7 o'clock വരെ എന്താണെങ്കിലും മക്കൾ ബിസിയാണ്. സോ ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾ ഡിന്നർ കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വരുന്നു, നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു, കുറച്ച് നേരം ബ്രേക്ക് എടുക്കുന്നു. ഓക്കെ, ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ? 8 o'clock മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് ലേറ്റ് ഡിന്നർ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് നേരത്തേക്ക് ആക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ, ട്രസ്റ്റ് മീ. അപ്പോൾ നിങ്ങളൊരു 7 to ഒരു 8 o'clock വരെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിക്കുകയാണ്, കുറച്ച് നേരം നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ടൈം ടേബിളിനെ പല സ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണ്. നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഓൾറെഡി നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട്, നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ 9 to 7 നല്ല എഫേർട്ട് എടുത്ത് പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ സ്ട്രെയിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല, നമ്മളെല്ലാവരും തളർന്നു പോകില്ലേ. അപ്പോൾ ഒരുപാട് നിങ്ങളെ തന്നെ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ പറയുക. അപ്പം നിങ്ങൾ വൈകുന്നേരം 7 മണിക്ക് ശേഷം വന്നു, നിങ്ങളൊരു 1 hour ബ്രേക്ക് എടുത്തു, നിങ്ങൾ റിഫ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്റ്റഡീസിലോട്ട് തുടങ്ങുകയാണ്. നമ്മുടെ എൻറ്റയർ സ്റ്റഡി പ്ലാനിനെ നമ്മൾ 3 സ്ലോട്ടായിട്ടാണ് തിരിച്ചിരിക്കുക ഒരു ദിവസത്തെ. ഓക്കെ, 2 സ്ലോട്ട് രാത്രിയിലും 1 സ്ലോട്ട് രാവിലെയും. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചിലർ രാവിലെ നേരത്തെ എണീക്കുന്ന 3 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് രാത്രി നേരത്തെ കിടക്കാം, എന്നിട്ട് രാവിലത്തെ സ്ലോട്ടിൽ ഈ ടൈം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതാണ് കൂടുതൽ നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ 3 സ്ലോട്ട് പ്ലേസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 3 സ്ലോട്ടിനെ പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ചേഞ്ച് ചെയ്യാം. 8 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ സ്ലോട്ട് 1.
ഈ സ്ലോട്ടിൽ നിങ്ങൾ വായിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ, ഇത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പം നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുക. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം മൺഡേ ട്യൂസ്ഡേ ഫിസിക്സ് ചെയ്താൽ വെൻസ്ഡേ തേഴ്സ്ഡേ കെമിസ്ട്രി ചെയ്യുന്നു, ആൻഡ് ഫ്രൈഡേ നിങ്ങൾ ബയോളജിയിൽ ഏതെങ്കിലും ബോട്ടണി ഓർ സുവോളജി എടുക്കുന്നു. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്ലോട്ട് 1 8 മണി മുതൽ 10 മണി വരെ നിങ്ങൾ വായിക്കാൻ പോകുന്നത് ഫിസിക്സിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ അന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്റർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് ചാപ്റ്റർ മനസ്സിലാക്കാം, അല്ല ഡയറക്റ്റ് മെറ്റീരിയൽ വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വായിക്കാം. അത് വായിക്കുന്നു. ഇപ്പം 8 to 10 എന്ന് പറയുന്നത് ഒരു 2 hour സ്ലോട്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക്, അതായത് ഏറ്റവും ടഫായിട്ടുള്ള, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, അതായത് എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ സമയമെടുത്ത് പഠിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ഫുൾ ചാപ്റ്റർ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആവാം, 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നല്ല ടൈം എടുത്തത് പഠിച്ച് മനസ്സിലാക്കുക. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് അവസാനത്തെ 15 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 1 hour 45 minutes നമ്മൾ ടോപ്പിക്ക് പഠിക്കും. ഓക്കെ, അതിൽ 1 hour നമ്മൾ ശരിക്കും വീഡിയോസൊക്കെ കണ്ട് കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി 45 minutes നമ്മളത് റിവൈസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യണം. ആ 2 മണിക്കൂറിനെ പോലും നമ്മൾക്ക് ഇങ്ങനെ തിരിക്കണം. ഓക്കെ, 1 hour നല്ലപോലെ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നു, നമ്മൾ കോൺസെപ്റ്റ് നല്ലപോലെ എഴുതിയൊക്കെ പഠിക്കുന്നു. ഓക്കെ, 45 minutes നമ്മളത് വീണ്ടും ബ്രഷ് ത്രൂ ചെയ്യുന്നു, അല്ലെ റീകോൾ ചെയ്ത് നോക്കുന്നു. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായോ, നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു നോക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് 15 minutes നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണ് കുറവ് സമയം നമ്മൾ നോക്കുന്നത്? കാരണം നമ്മളിപ്പം കറക്റ്റ് ആൻസർ കിട്ടുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾക്ക് എത്രമാത്രം ആ കോൺസെപ്റ്റ് മനസ്സിലായി, നമുക്കത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഫിസിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് ഫോർമുല ഏത് ഇക്വേഷനാണ് ഇടേണ്ടത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ. സോ ഇതൊക്കെയാണ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ സ്റ്റഡീസിലോട്ട് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അതിൽ പഠിക്കാം. പിന്നെ നിങ്ങൾ ഒരു 10 മണിക്ക് ഒരു ബ്രേക്ക് എടുക്കും. 10 to 10:15 ചെറുതായിട്ടൊന്ന് നടക്കുക. ബ്രേക്ക് എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ദാറ്റ് മോണോട്ടണസ് ഷെഡ്യൂൾ. സോ ബ്രേക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഓടിച്ചാടി പോയി TV കാണണമെന്നോ പിന്നെ ഫോൺ എടുത്ത് നോക്കണമെന്നോ അല്ല. ഫോൺ എടുത്ത് നോക്കാത്തതാണ് നല്ലത്. പിന്നെ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫോൺ അവോയ്ഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കാം, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം, ഒന്ന് നടക്കാം, അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീട്ടുകാരോടൊക്കെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാലോ, ഞാനുണ്ടല്ലോ ഈ ചാപ്റ്ററിൻ്റെ ഇത്രയും പഠിച്ചു. അവരോട് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂട്ടും. ഓ, ഞാൻ ഇത്രയൊക്കെ സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചൂലേ, ഞാൻ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും. അങ്ങനെയാണ് ഒരു റുട്ടീനിലേക്ക് നമ്മൾ വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും അങ്ങനെ ഒരു ഫുൾ സ്റ്റഡി പ്ലാൻ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പതുക്കെ നമ്മൾ റുട്ടീനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എടുത്തു. 10:15 വരെ നമ്മൾ ബ്രേക്ക് എടുക്കും. ഓക്കെ, എന്നിട്ട് 10:15 വീണ്ടും നമ്മൾ സ്റ്റഡിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞു, ഞാനുണ്ടല്ലോ ഫിസിക്സ് ഈ ചാപ്റ്റർ ഇത്രയും പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതാക്കി, ഇനി ഞാൻ കെമിസ്ട്രി പഠിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരിക. വെറുതെ തള്ളിയിട്ട് വന്നാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കാൻ കൂടി ചെയ്യണം കേട്ടോ. അപ്പം 10:15 to 11:15 നമുക്ക് 1 hour ടൈം ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു ചെറിയ ടോപ്പിക് എടുത്ത് പഠിക്കുക. അഗെയിൻ ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ സ്റ്റഡി പ്ലാനിൽ തന്നിട്ടുണ്ട്. ധീര മക്കൾക്കൊക്കെ എസ്പെഷ്യലി ഫുൾ സ്റ്റഡി പ്ലാൻ റെഡിയാണ്. നിങ്ങളുടെ എൻറ്റയർ സിലബസ് ഡിസംബർ വരെയുള്ളത്, അത് കഴിഞ്ഞ് നീറ്റ് എക്സാമിന് നിങ്ങൾ പോകുന്ന വരെയുള്ള സെറ്റായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്ലാനാണ്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്കായിട്ടൊരു എഫേർട്ട് എടുക്കണമെന്നുണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചാൽ എനിക്ക് മനസ്സിലായില്ല, അപ്പം ഞാൻ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് അതൊന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ മാം തരുന്നത്. 10:15 to 11:15 രണ്ടാമത്തെ സ്ലോട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണോ നിങ്ങൾക്ക് പഠിക്കണം തോന്നുന്നത് അത് പഠിക്കുക. അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 11 o'clock വരെ നിങ്ങൾക്കിത് വായിക്കാം. 15 minutes നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്ലോട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? 11:15 ആയി, രാത്രി നേരത്തെ എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഉറക്കം വരുന്നവരാണെങ്കിൽ 11:15 നമ്മൾ ഇത് നിർത്തുന്നു. എന്നിട്ട് 11:15 മുതൽ 11:30 വരെയുള്ള സമയം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യുന്നു. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ജേർണലിങ്. നമ്മൾ എഴുതി വെക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചെറിയൊരു നോട്ട്ബുക്ക് എടുക്കുക. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഞാൻ ഇതൊക്കെ ചെയ്തോ. അതിന് നിങ്ങൾ പഠിക്കുന്നത് മാത്രം വേണമെന്നില്ല കേട്ടോ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, വല്ല ഫോട്ടോ കോപ്പി എടുക്കാനുണ്ടായിരുന്നു, അല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇവിടെ പോകണമായിരുന്നു, എന്തെങ്കിലും വാങ്ങാൻ, ഇതുപോലും ആവാം. എല്ലാം എഴുതി വെക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നമ്മളുടെ മൈൻഡിനെ അടുക്കി വെക്കാനും കാം ചെയ്യാനും അതുപോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആവാനും നമ്മൾ ഡിസിപ്ലിൻ
ഡിസിപ്ലിൻഡ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾവേസ് റിമെമ്പർ യുവർ സക്സസ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ സെൽഫ് ഡിസിപ്ലിൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ദാറ്റ്. സോ നമ്മൾ 11:15 to 11:30 നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്തു. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, ഇനി നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ചോദിക്കാനുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മൾ 11:30 ആകുമ്പോഴേക്കും ഉറങ്ങാൻ പോകും. ഇനി 11:30 ഉറങ്ങാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഒരു ഓൾട്ടർനേറ്റ് പ്ലാൻ തരാം. അതായത് നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ, എന്നിട്ട് ഒരു 3 മണിക്കൊക്കെ എണീക്കുക. അലാം വെച്ച് എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാം. അതല്ല നേരത്തെ ഉറങ്ങുന്നവരാണെങ്കിൽ 11:30 ഉറങ്ങുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഫോൺ നോക്കി കിടക്കരുത് കേട്ടോ. ഫോൺ നോക്കി റീൽസ് നോക്കി ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉറക്കം പോകും. അപ്പം അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് എന്താ, നമ്മൾ നന്നായിട്ട് എക്സോസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ലപോലെ നടക്കുക. ഒരു ബ്രേക്ക് എടുക്കില്ലേ, നമ്മൾ ഡിന്നറിൻ്റെ ടൈമിൽ ഡിന്നർ കഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നടക്കുക. പിന്നെ നമ്മൾ വന്നിരുന്ന് പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നടക്കുന്നു, ഓടുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല ടയേർഡ് ആവും. പിന്നെ എൻറ്റയർ ഡേ നിങ്ങൾ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണല്ലോ, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. ക്ഷീണം വരുമ്പോൾ എന്താ, ഫോൺ നോക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല, നമ്മൾ ഉറങ്ങിപ്പോവും. അല്ലാത്തവരാണ് ഈ ഫിസിക്കൽ എക്സസൈസസ് ചെയ്യാത്തവരാണ് ശരിക്കും, അതുപോലെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർക്കാണ് ശരിക്കും ഉറക്കത്തിൻ്റെ പ്രശ്നം വരുന്നത്. സോ ഉറങ്ങാൻ പോകുമ്പോൾ സ്ക്രീൻ ടൈം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കത് നല്ല സ്ലീപ്പ് തരും. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് എണീക്കാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം മക്കൾ എന്താ ചെയ്യുന്നത്, രാവിലെ ഇനി നമ്മളൊരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നു. 5:30 എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലത്. 5:30, 5:45 ഒക്കെ എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലത്. ഈ ഒരു സമയം നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് നല്ലതാണ്. ഓക്കെ, മാക്സിമം ഒരു 6 മണിക്ക് എണീക്കുക കേട്ടോ. അപ്പോൾ ഒരു 5:45 എണീറ്റെന്ന് വിചാരിക്കുക, ഒന്ന് ഫ്രഷ് ആയി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ഒരു ചെറുതായിട്ടൊന്ന് നടക്കുക. നിങ്ങളുടെ റൂമിൽ തന്നെ ചെയ്താൽ മതി, ഇതൊക്കെ പുറത്തൊന്നും പോകണമെന്നൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ ഒരു 6 മണിക്ക്, ഒരു 6 മണി മുതൽ 7 മണി വരെ നമ്മൾ മോർണിംഗിൽ ഒരു 1 hour സ്ലോട്ട് എടുക്കുകയാണ്. ഈ 1 hour സ്ലോട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുക, റിവിഷൻ. അതായത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിവൈസ് ചെയ്യാം. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് റിവിഷൻ വെച്ചിട്ടാണ്. 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ തലേദിവസം പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ നമുക്ക് വരുന്ന ഒരു ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ തലേദിവസം നിങ്ങളുടെ ക്ലാസ്സിൽ പോയപ്പോൾ പഠിച്ചില്ലേ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. എന്തുമായിക്കോട്ടെ, ആ 1 hour യു ഹാവ് ടു യൂട്ടിലൈസ്. ഭയങ്കര ആക്റ്റീവ് ആക്കണം നമ്മുടെ ബ്രെയിനെ. ഡേ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഫ്രഷ് മൈൻഡോടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന, അതായത് ഇപ്പോൾ ബയോളജി നിങ്ങൾക്ക് ഈസിയാണ്, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ബയോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കിൻ്റെ NCERT റീഡിങ് വെക്കാം. മിസ് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ, NCERT റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ സ്ലോട്ടിൽ ചിലപ്പോൾ NCERT വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ക്ലാസ് സമയത്തും വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വായിക്കാം. രാവിലെ എണീറ്റ് വൃത്തിയായിട്ട് തലേദിവസം നമുക്കത് എഴുതി വെക്കാം നമ്മുടെ പ്ലാനിൽ. മോർണിംഗ് ടൈം ഐ എം ഗോയിങ് ടു റീഡ് 10 pages ഓഫ് NCERT ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏത് ചാപ്റ്റർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് സബ്ജക്റ്റും എടുക്കാം. ആ 1 hour നമ്മൾ NCERT വായിക്കണം. ഇനി ആ 1 hourനെ ഹാഫ് ആൻ അവർ ആയിട്ട് തിരിക്കാം. അരമണിക്കൂർ നിങ്ങൾ ഫിസിക്സ് വായിച്ചു, അരമണിക്കൂർ നിങ്ങൾ സുവോളജി വായിച്ചു, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 hour നമ്മൾ NCERT വായിച്ചു, അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി, വാട്ട് എവർ. ബട്ട് അത് ചെയ്യുന്ന ആ ടോപ്പിക്ക് ഇറ്റ് ഹാസ് ടു ബി സംതിങ് ദാറ്റ് യു ലൈക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന ടോപ്പിക്ക് മാത്രം മോർണിംഗ് ടൈമിൽ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ എൻറ്റയർ ഡേ ഹാപ്പി ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. രാവിലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫിസിക്സ് ടഫായ മക്കളായിരിക്കും, അപ്പോൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു കിട്ടുന്നില്ല, ആകെ മൂഡ് ഔട്ട് ആയി, ഷോ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഞാൻ ഈ ക്ലാസ് പോയിട്ട് വല്ല കാര്യമുണ്ടോ, എനിക്കിതൊന്നും കിട്ടുന്നില്ലോ, ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും. അതുകൊണ്ടാണ് മാം പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് നമ്മുടെ സ്ലോട്ട്, ഒരു സ്ലോട്ട്. അപ്പോൾ 3 സ്ലോട്ട് ആയില്ലേ, വൈകുന്നേരത്തെ 2 സ്ലോട്ട്, രാവിലത്തെ 1 സ്ലോട്ട്, അങ്ങനെ നമുക്ക് 3 സ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു പ്ലാൻ ആണ്. ഐ ഹോപ്പ് ഈ പ്ലാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാൻ യൂസ്ഫുൾ ആണ്, എനിക്കിത് ട്രൈ ചെയ്യാൻ പറ്റും, എൻ്റെ രീതിയിൽ ഞാനിത് ചേഞ്ച് ചെയ്യുന്നുള്ള മക്കൾ ഒട്ടന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ രീതിയിൽ ഈ സ്റ്റഡി പ്ലാനെ മാറ്റിയിട്ട് എനിക്കിത് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം കേട്ടോ. ടൈമിങ്ങിൽ മാറ്റം വരുത്തിയിട്ടാണെങ്കിൽ മിസ് അതിന് നിങ്ങൾക്ക് കറക്ഷൻസ് തരാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരുടെയും ഡ്രീംസ് ഫുൾഫിൽ ആവട്ടെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഓഫ്ലൈൻ പഠിച്ചാലും ഓൺലൈൻ പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും യു ആർ ഓൾ മേക്കിംഗ് ആൻ എഫേർട്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
സോ പ്ലീസ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ബാക്കിയുള്ള ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസ്ലെസ് ആയ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യു ഗൈസ് ആർ ഫോക്കസിങ് ഓൺ യുവർ ഫ്യൂച്ചർ. യു ആർ വർക്കിംഗ് വെരി ഹാർഡ് മൈ ചിൽഡ്രൻ. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ആവും. ഓൾ ദ വെരി ബെസ്റ്റ്.